إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ളേ സത്യവിശ്വാസിനിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ജീവനത്തെ എല്ലാ ഭാഗത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൂക്ഷിച്ചിട്ട് ಜೀವನಾಕನು ಚಂತು ಸ್ವಂತ ನಫ್ಸರೆ ಮರ್ಕಂಟೆ ಓರೋತಟಿಗೆ ಉಪದೇಶ ಹಾಕ್ರೆ ವಸಿಯತ್ ಹಾಕ್ರೆ അള്ളാഹുക്ക് ഭയപ്പെട്ട് ജീവനാക്കടെ യഥാർത്ഥ മുത്തഖ്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ഇന്നത്തെ ഖുതുബത്തെ വിഷയ ഹലാലായ സമ്പാദ്യത്തെ വിഷയത്തിലായിട്ടിരിക്കുന്നത്. സത്യവിശ്വാസിക നിരന്തരമായിട്ട് ആ സത്യവിശ്വാസിമാർക്ക് കിട്ടിയിട്ടുള്ള ഉപദേശത്തിക്കറ് ജീവനത്തിൽ സൂക്ഷ്മത പാലിക്കുറിച്ചൊന്നുള്ളത്. ജീവനത്തെ പ്രതി ഒരു ഘട്ടത്തിൽ നിങ്ങൾ അള്ളാഹുടെ സൂക്ഷിച്ചിട്ട് ജീവനെക്കുറിച്ചൊന്നുമില്ല ഒരു ഉപദേശ. ഇത് നിരന്തരമായിട്ട് സത്യവിശ്വാസ ആൾമാർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉപദേശത്തിക്കറ്. ഖുർആനിലെ ചമ്മ മോത്ത് അള്ളാഹു സുബ്ഹാൻ ചൊല്ല നിങ്ങൾ അള്ളാഹുടെ സൂക്ഷിച്ചിട്ട് ജീവനാക്കോറു, റബ്ബുടെ നിയമനിർദ്ദേശത്തെ അനുസരിച്ച് ജീവനാക്കോറു. അള്ളാഹു സുബ്ഹാൻ തല്ലക്ക് ഖുർആനിൽ പല മോത്തും പഠിപ്പായിട്ട് തൻ്റെ വിഷയത്തേക്ക് ആ റബ്ബു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും അവൻ്റെ അടിമമാരായ ഞങ്ങൾക്ക് ചില കാര്യത്തെ നിഷിദ്ധാക്കിറ, ചില കാര്യത്തെ ഹലാലാക്കിറ. ഹറാമും ഹലാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പഠിപ്പാട്ട് തന്നറ. തൗഹീദും ശിർക്കും എങ്ങനെ വ്യക്തമായിട്ടുണ്ട്, അതേപോലെ സുന്നത്ത് ബിദ്അത്ത് എങ്ങനെ വ്യക്തമായിട്ടുണ്ട്, അതേപോലെ ഹലാലും ഹറാമും വ്യക്തമായിട്ട് പരിശുദ്ധമായ ഇസ്ലാം ദീൻ ഞങ്ങൾക്ക് പഠിപ്പാട്ട് തന്നെ. അവിടെ ഒരു രൂപത്തിലെ സംശയിക്കുക ഞങ്ങൾക്കില്ല.
അത് അത്ര രൂപത്തിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പൊ ഹറാമ് ഗുണങ്ങ ആ വിഷയം മനസ്സിലാക്കിയേക്കും മുന്നോളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലോ ഞങ്ങൾക്ക് ചില അനുവദിച്ച കാര്യങ്ങളുണ്ട്, ഹലാലാക്കി തന്നെ കാര്യങ്ങൾ. ആ വിഷയത്തെ കൂടി ഞങ്ങൾ മനസ്സിലാക്കും. ഞങ്ങൾക്ക് പല കാര്യത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലോ അനുവദിച്ചു തന്നറ. പല കച്ചവടത്താവട്ടെ, പല വിഷയത്തിലാവട്ടെ, തിന്നതാവട്ടെ, കുടിക്കുന്നതാവട്ടെ, അനുഭവിക്കുന്നതാവട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഹലാലാക്കി തന്നറ. എന്നെങ്കിൽ ഈ ഹലാലായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഹലാലാക്കി തന്നെ ഈ വിഷയത്തെ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ, ആസ്വദിക്കുമ്പോൾ, നാളെ അള്ളാഹുടെ മുന്നോളൂ അതുക്കും കണക്ക് ചൊല്ലുകൊണ്ട് ചൊന്ത് പഠിപ്പാടി തന്നെ നബിയുടെ അനുയായിമാറായിട്ടിരിക്കുന്ന ഞങ്ങൾ. ഹറാമിന്റെ വിഷയ രണ്ടാമത്തേത്, ഹലാലിന്റെ വിഷയത്തിക്കരുത്. അത് ഞങ്ങൾ അനുഭവിക്കുമ്പോൾ, ആസ്വദിക്കുമ്പോൾ, നാളെ അള്ളാഹു ആ വിഷയത്തിൽ ഞങ്ങൾക്ക് കണക്ക് കേൾക്കുക. വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു സൂറത്തിൽ അതിന്റെ അവസാനത്തിൽ അള്ളാഹു പഠിപ്പാട്ടണ്ട, ثم لتسألن يومئذ عن النعيم, ثم لتسألن يومئذ عن النعيم. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖണ്ഡിതമായിട്ടും നിങ്ങൾ അള്ളാഹുടെ പക്കൽ പ്രശ്നിക്കൽപ്പെട്ടോരു നിങ്ങൾ അനുഭവിച്ച അനുഭൂതിയുടെ വിഷയത്തിൽ, നിങ്ങൾ അനുഭവിച്ച സുഖാനുഭൂതികളുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രശ്നിക്കൽപ്പെട്ടോർ ചൊന്തു വിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പഠിപ്പാട്ടുണ്ട്. ഈ ആയത്തിൽ തഫ്സീറിൽ ഒരു ഘടനയുടെ പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പഠിപ്പാടുത്തുണ്ടോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാല് ജാവുക തൻ്റെ ഔത്തുൽ നിന്ത് പടുത്തു പണ്ട്. അങ്ങനെ ഔത്തുൽ നിന്ത് പടുത്തു പണ്ട് വിഷയേന്ദ്രയിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പസി തടയുകയില്ല, പയിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഔത്തുൽ നിന്ത് പടുത്തു പണ്ട് അള്ളാഹിൻ്റെ റസൂൽ അങ്ങനെ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കേട്ട്, മാ അഖ്റജക മിൻ ബൈതിക യാ അബൂബക്കർ, അബൂബക്കറെ നിങ്ങൾ ഔത്തുൽ നിന്ത് പടുത്തു കൊണ്ടുവന്നെ കാരണം എന്തിക്കര്, എന്തുകൊണ്ട് ഈ ജാവുക്ക് നിങ്ങൾ ഔത്തുൽ നിന്ത് നിങ്ങൾ പടുത്തു വന്നറു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉത്തര, നബിയെ പയിച്ച് തടയില്ല, അയൽക്കും പസിയേറ്റിക്കര്. അങ്ങനെ തെല്ല് മുന്നോട്ട് പോകുമ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കിട്ടു, അയലും ഇതേ കാരണം കൊണ്ട് എത്തിക്കറ ഔത്ത് പടുത്തുവണ്ടേ. നമുക്കൊരു ദുനിയാവ് കണ്ടേ ഏറ്റവും ഉന്നതമായ മൂന്ന് ആൾമാർ, ഒന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ സ്വർഗത്തെ സുവാർത്ത കിട്ടിയ രണ്ട് സ്വഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങ് മൂന്നാളും ഒരു ജാവുക ഔത്തിൽ നിന്ന് പടുത്തു പണ്ടേ. എന്ത് കാരണത്താൽ? പസി കൊണ്ട് തടയാ, പയിച്ച് തടയില്ല. അങ്ങനെ ഈ മൂന്നാളുടെ ഒരു അൻസാരിയായ സ്വഹാബി കണ്ടുമുട്ടു. അയാൾക്ക് വിഷയ കൊന്തോടു, മൂന്നാൾക്കും പസിയുണ്ടു, തൻ്റെ ഔത്ത് കൂട്ടിയ പോണ്ടു. നല്ലൊരു സമൃദ്ധമായ ഒരു ആഹാരത്തെ അങ്ങ് മൂന്നാൾക്കും അയാൾ തയ്യാറാക്കി കൊടുക്കൂ. നബിയും ആ രണ്ട് സ്വഹാബത്ത് ആ ഔത്തിൽ പാല് കുടിച്ചോರು, ഈത്തപ്പഴ തിണ്ടോರು, എർച്ചിരി തിണ്ടോರು. വയറ് നിറഞ്ഞിത്ത് മൂന്നാളിൻ്റെ. ഇത് തിന്നിട്ടായാൽ പിന്നെ ആ ഔത്തിൽ നിന്ന് പടുത്തു പോണ്ട സന്ദർഭത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ രണ്ട് സ്വഹാബത്തെ നിപ്പാട്ടിട്ട് ഒരു വിഷയം ചൊല്ലുണ്ട് അവിടെ, അബൂബക്കർ ഉമറെ ഞങ്ങൾ ഔത്തിൽ നിന്ന് പടുത്തു പറഞ്ഞ വിഷയ പട്ടിണി എത്തിക്കര്, ഇപ്പൊ ഞങ്ങൾ ഔത്തുകൊണ്ട് അങ്ങ് കടന്നു പോണ്ടേ നൊറഞ്ഞ വയറുമായിത്തിക്കര്. എന്നെങ്കിലും മനസ്സിലാക്കണു, ലതുസ്അലുന്ന അൻ ഹാദാ യൗമുൽ ഖിയാമ. ഇപ്പൊ ഞങ്ങൾ അനുഭവിച്ച ഈ സുഖാനുഭൂതികളുടെ വിഷയത്തിൽ അള്ളാഹു നാളെ ഞങ്ങളുടെ പ്രശ്ന കേൾക്കറ, അള്ളാഹു നാളെ ഞങ്ങളുടെ പ്രശ്ന കേൾക്കറ. ഇപ്പൊ ഞങ്ങൾ പസി കൊണ്ട് ഔത്തിൽ നിന്ന് പടുത്തു വന്നേ, വയർ നിറഞ്ഞിട്ട് നല്ല കൊസിയോട് കൂടി ഇപ്പൊ ഔത്ത് പോയിട്ടില്ലേ. ഈ അനുഭവത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുസ്അലുന്ന അൻ ഹാദാ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു ഈ അനുഭവിച്ചിട്ട് അനുഗ്രഹത്തെ വിഷയത്തിൽ ഞങ്ങൾക്ക് കേൾക്കറ. നോക്കൂ സഹോദരന്മാരെ, ഇത് ഹറാമിന്റെ വിഷയത്തിൽ ചൊല്ലല്ല, അള്ളാഹു ഞങ്ങൾക്ക് അനുവദിച്ച വിഷയത്തിലായിട്ടിരിക്കുന്ന അള്ളാഹു പ്രശ്നം കേൾക്കരേ. അതല്ലേ ഖുർആൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അത് നിങ്ങൾ അനുഭവിച്ച നിഅമത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കറ, പ്രശ്നം കേൾക്കറ. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്ന വിഷയ ഇന്ന് എത്ര മണങ്ങ ഹലാലായ കാര്യത്തെ
ഉദാഹരണക്ക് ഞങ്ങൾ തിന്നുന്ന റിസ്ക്രമേ എത്രമാ ഞങ്ങൾ വ്യർത്ഥമാക്കിയിട്ടുള്ള ഇസ്രാഫാക്കിയിട്ടുള്ള ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ കുറേ വിഭാഗത്തെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ചൊല്ല. അതിൽ ഒരു വിഭാഗത്തിക്ക് വഖൂലു വസ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹ് ചൊന്ന നിങ്ങൾ കുടിക്കോරු തിന്നോරු, അല്ലാഹ് അനുമതിച്ചതിൽ കുടിക്കോരു തിന്നോರು, വലാ തുസ്രിഫു വ്യർത്ഥമാക്കണ്ട, ഇസ്രാഫാക്കണ്ട. കാരണം ഇന്നഹു ഖണ്ഡിതമായിട്ടും ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഇസ്രാഫ് ആക്കിറങ്ങൽ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം എത്തിക്കുന്നത്, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത വിഭാഗം. എന്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇസ്രാഫ് ആക്കോ തീരച്ചൊന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നല്ല രൂപത്തിലെ റിസ്ക്കും നല്ല രൂപത്തിലെ ജീവിതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദുനിയാവിടെ ഏതാ ഒരു ഭാഗത്തില് പട്ടിണിയിൽ കിടന്നിട്ട് എത്രമാ ആൾമാർ കഷ്ടപ്പാട് പണ്ടെങ്കുള്ളോರು, ബുദ്ധിമുട്ട് അനുഭവിக்கிறಂಗುള്ളೋರು. കുറേ ವರ್ಷದ ಮೊದಲು ഒരു റമദാൻ തിങ്കൾ ಬಂಡೈക്ക് ಮೊದಲು ഒരു ರಾಯತೆ ಆಲ್ಮಾರ್ ಸೌದಿ ಅರೇಬಿಯಲ್ಲಿ ಕടന്നു ಬಂತು. അവിടെ മുഫ്തിറ്റി ഒരു പ്രശ്ന ഒരു ആൻസർ നമുക്ക് ഉത്തരവേനിന്ത് എന്തായിട്ട് പ്രശ്നങ്ങളെ അത്താല സഹരി ഉണ്ണാന്റെ നോമ്പ് പിടിച്ചെന്റെ നോമ്പ് സഹിയാവിടാ, അത്താല ഉണ്ണാന്റെ നോമ്പ് പിടിച്ച നോമ്പ് സഹിയാവിടാ പ്രശ്ന എത്തിക്കരു എന്ന് അങ്ങനത്തെ പ്രശ്നಕ್ಕೆ കൊല്ല. കാരണം അത്താല ഉണ്ണോക്ക് പോലും അങ്ങൾട്ടില്ല, അതുപോലും തിന്നോക്ക് അങ്ങൽ രായത്തിലില്ല. ആ പ്രശ്നത്തിക്ക് ഞങ്ങൾ വന്ന് കേൾക്കിற ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. ഞങ്ങൾ നോമ്പ് പിടിച്ചെന്റെ ഞങ്ങൾ നോമ്പ് സഹിയാവിടാക്കിയിട്ടേങ്ങ മനസ്സിലാക്കും സഹോദരന്മാരെ. ഞങ്ങൾക്ക് നല്ല റിസ്ക് തിന്നോക്ക് എല്ലാം ഉണ്ട് ഞങ്ങൾ രായത്തില്. ഈ രായത്തിന്റെ ഈ ദുനിയാവിടെ ഏതാ ഒരു മുക്കുമൂലയില് ഇത് ഇല്ലാത്ത ആൾമാർ പട്ടിണി കൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന എത്ര ആൾമാരുള്ളൂ. അതുകൊണ്ട് അല്ലാഹ് ചൊല്ലേ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം എത്തിക്കരുത്. അതുകൊണ്ട് ഒന്നാമത്തെ മനസ്സിലാക്കും സഹോദരന്മാരെ, അള്ളാഹു പല വിഷയം ഞങ്ങൾക്ക് അനുമതിച്ച് തന്നറ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ ഇസ്രാഫ് സൂക്ഷിക്കണം. ഇസ്രാഫ് ആക്കോക്കുതീര പ്രത്യേകിച്ചിട്ട് ഞങ്ങൾ ഔത്തിലും മങ്ങില വരുമ്പോ നാനാ നംത്തില്ല വെറൈറ്റില്ല ഫുഡ് ഞങ്ങൾ ആക്കി വയ്ക്കിറ വിരോധമില്ല എന്നെങ്കിൽ അതൊക്കെ ഇസ്രാഫ് ആവത്തെ പല വ്യർത്ഥമാവത്തെ പല ഞങ്ങൾ സൂക്ഷിക്കണം. ഇത് ഒന്നാമത്തെ വിഷയ. രണ്ടാമത്തെ വിഷയം മനസ്സിലാക്കുന്നത് ഹറാമിന്റെ വിഷയ. ഈ ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കുമ്പോ ഒരു കച്ചവടം അല്ലെങ്കിൽ ഒരു സ്വര ഞങ്ങൾക്ക് അത്യഗത്യ. ഇത് ജനിൽ ഏതായെങ്കിൽ ഒന്ന് ഞങ്ങൾ ആക്കറ, ഒന്ന ബാനി ആക്കിറങ്ങ ഇല്ലെങ്കിൽ സ്വര ആക്കിറങ്ങ നയിക്കിറങ്ങ ഒരാളുടെ അണ്ടറിൽ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി അവർ മാനേജ്മെന്റ് അണ്ടറിൽ നയിക്കിറങ്ങ ആയിട്ടിപ്പ. പരിശുദ്ധമായ ഇസ്ലാം ദീൻ ഞങ്ങൾക്ക് അധ്വാനിച്ച് തിന്നൊക്കെ ചൊല്ലു. ആരെമോ ഡോങ്കി ആക്കിയിട്ട് വഞ്ചന ആക്കിയിട്ടുള്ള സമ്പത്തിൽ ഞങ്ങൾക്ക് ജീവിതാക്കോ ഇസ്ലാം ഒരിക്കലും ഞങ്ങൾക്ക് പെർമിഷൻ തന്നില്ല. ഈ ജുമാഅത്തെ വിഷയ ചൊന്നവിടെ അല്ലാഹു ചൊല്ലുന്നേ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. സത്യവിശ്വാസികളെ വിളിച്ചിട്ട് അല്ലാഹു ചൊല്ല യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസിമാരെ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമാ നിസ്കാരത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, വേഗമായിട്ട് പറു നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിക്ക് പറു, നിങ്ങളെ കച്ചവടത്തെല്ലാം ബന്ധാക്കിയിട്ട് പറു. എന്നെങ്കിൽ അതേ റബ്ബു അല്ലാഹു സുബ്ഹാനഹു തആല ജുമാ നിസ്കരിച്ചാൽ പിന്നെ റബ്ബു സുബ്ഹാനഹു വ തആല പഠിപ്പറ്റന്റെ ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫളില്ലാഹ്. ജുമാ നിസ്കരിച്ചാൽ പിന്നെ നിങ്ങൾ പള്ളിയിലേ ദൈക്കോറുണ്ട് അല്ലാഹ് ചൊന്നില്ല, ബദലായിട്ട് ഫൻതശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫളില്ലാഹ്, അല്ലാഹുവിന്റെ ദുനിയാവ് നിങ്ങൾ പറക്കോറു, അവന്റെ അനുഗ്രഹത്തെ തേടിയിട്ട് നിങ്ങൾ പോറു, അധ്വാനിക്കുക അല്ലാഹ് ചൊല്ലേ. ജുമാഅത്തുക്ക് വേഗ വിളിച്ച എന്നെ നിസ്കരിച്ചാൽ പിന്നെ നിങ്ങൾ അള്ളാന്റെ ദുനിയാവുക്ക് നിങ്ങൾ പറക്കോറുണ്ടല്ല ചൊന്ന, അധ്വാനിക്കോ ചൊന്ന റബ്ബു സുബ്ഹാനഹു തആല, നയിച്ചു തിന്നോർ ചൊന്ന അല്ലാഹു സുബ്ഹാനഹു തആല. ഒരുത്തരെ ഡോങ്കി ആക്കിയിട്ട് വഞ്ചനാക്കിയിട്ട് നിങ്ങൾ ആ സമ്പാദ്യത്തിൽ നിങ്ങൾ ജീവിതം എത്തുപോകേണ്ട ചൊന്ന അല്ലാഹു സുബ്ഹാനഹു തആല. എന്നെങ്കിൽ ഇവിടെ മനസ്സിലാക്കൊല്ലത് കച്ചവടാക്കിറങ്ങ ഒന്നാമത്തെ മനസ്സിലാക്കണം. ചെമ്പത്തെ ആൾമാർ ചെറിയതാവത്ത് വലിയതാവത്ത് ബിസിനസ് ആക്കിറങ്ങുള്ളവർ ഹലാലായ കച്ചവടത്തില് ഹറാമായ സമ്പാദ്യ പണ്ട് അത് സൂക്ഷിക്കണം. എങ്ങനെ ഇട്ടിക്കര് ഹലാലായ കച്ചവടത്തില് ഹറാമായ സമ്പാദ്യ പണ്ടിത് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ മുതഫിഫീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം ചൊല്ല എങ്ങനെ ഹറാമായ സമ്പത്ത് ഞങ്ങളുടെ പണ്ട് കണ്ടു അല്ല ചൊല്ല. ആ സൂറത്തിലെ ഫസ്റ്റിലെ ചൊല്ല വൈലുൽ ലിൽ മുതഫിഫീൻ, അളവിൽ കൊറടിയാക്കി കൊടുക്കണമെങ്കിൽ നാശമുണ്ട് ചൊന്ന വിശുദ്ധ ഖുർആൻ. കാരണം കച്ചവടത്തില് യാരത്തെ കച്ചവടത്തിൽ ഒന്നാ തൂക്കിടുതിക്കരുത് ഇല്ലെങ്കിൽ അലക്കിരുതിക്കരുത്. ഇത് രണ്ട് കച്ചവടം രണ്ട് വിഷയത്തെ എല്ലാ ബഹുഭൂരിമായ കച്ചവടത്തിൽ ഇക്കര ഒരു വിഷയത്തിക്കരുത്. അങ്ങനെ വിഷയത്തല്ല ചൊല്ലേ വൈലുൽ ലിൽ മുതഫിഫീൻ, അളവിലാവട്ടെ തൂക്കത്തിലാവട്ടെ കൊറടിയാക്കി കൊടുക്കണമെങ്കിൽ നാശമുണ്ട് വൈലുണ്ട് ചൊന്തു. എന്തിനായിട്ടിക്കറങ്ങളെ സ്വഭാവ
ಇತ್ತತ್ತುಳ್ಳಿ ಈ ನಾಸೆ ಬಿಚ್ಚ ಆಲ್ಮಾರ ಸ್ವಭಾವ ಎಂದ್ರೆ ಅಲ್ಲದೀನ ಇದಕ್ತಾಲು ಅಲನ್ನಾಸಿ ಯಸ್ತೌಫೂನ್. ಈಗ ആൽമാറിലിന്ത് എടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് എടുക്കണോರು. ഉദാഹരണക്ക് ഒരാൾക്ക് ഒരു തറക്കാരി കച്ചവടം ഉണ്ടു, അതിൽ അങ്ങടിക്ക് തറക്കാരി ബിക്കുക്ക് ബേനായിട്ട് ഹോൾസെയിൽ അങ്ങടിക്ക് അതിൽ കടന്നു പോകണ്ടു. കടന്നു പോയിട്ട് അവിടെ അതിൽ അങ്ങടിക്ക് ബേനായിട്ടുള്ള തറക്കാരുടെ അതിൽ പർച്ചേസ് ആക്കരുത്. എങ്ങനെ പർച്ചേസ് ആക്കരുത്? തൂക്കത്തിൽ ഭാരി ജാഗ്രതയ്ക്ക് നോക്കരു, പൂർണ്ണമായിട്ട് എടുക്കരുത്. ഒരു രൂപത്തിൽ കൊറടി വരാത്ത പോലെ ജാഗ്രത വഹിച്ചിറയല്. എന്നെങ്കിൽ അതേ മനുഷ്യ ആ സാമന്തത്ത് തന്നെ അങ്ങട്ട് വിൽക്കുമ്പോ അല്ല ചൊല്ലേ വൈദാ ഖാലൂഹും അവ്വസനുഹും യുഖ്സിറൂൻ, വൈദാ ഖാലൂഹും അവ്വസനുഹും യുഖ്സിറൂൻ. ആൾമാർക്ക് അങ്ങനെ അല്ലിട്ട് കൊടുക്കുമ്പോ കൊറടിയാക്കി കൊടുക്കണം. ഇത്തരത്തിലുള്ള ആൾമാർക്ക് വയിലുണ്ട് ചൊന്ത് വിശുദ്ധ ഖുർആൻ. എടുക്കുമ്പോ പൂർണ്ണമായിട്ട് എടുക്കണോರು. എന്നിട്ട് ഊടൽ നിന്നിട്ട് അല്ലിട്ട് കൊടുക്കുമ്പോ, ബാനിയാക്കുമ്പോ, തൂക്കി കൊടുക്കുമ്പോ, അല്ല് കൊടുക്കുമ്പോ കൊറടിയാക്കി കൊടുക്കണോರು. ഇൻകൈറ്റിക്കറ് നാശമുണ്ട് ചൊന്ത് വിശുദ്ധ ഖുർആൻ. ആ സമ്പത്ത് പണ്ട് സമ്പത്തുണ്ടല്ലേ അത് ഹലാലായതല്ല. 1 കിലോക്ക് 1000 ഗ്രാം ഉണ്ട്. ഒലിമ്പ് 150 ഗ്രാം ನಾ ತೂಕಿ ಕೊಡ್ಕರೆ 50 ಗ್ರಾಮ್ರೆ ಲಾಭ ನಕ್ಕೆ ಯಾರಿಗಿರ್ತು? ಸರಿ, ಯಾರಿಗಿರ್ತು? ಆ 50 ಗ್ರಾಮ್ರೆ ಲಾಭ ನಕ್ಕೆ അനുവദിച്ചതല്ല. അത് നന്റെ പൈസ ആവില്ല. അതിലൂടെ നന്റെ കുടുംബത്തെ ബലത്തോക്ക് സാധ്യമില്ല. കാരണം 1 കിലോ 1000 ഗ്രാം ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് 1000 ഗ്രാമിനാ തൂക്കി കൊടുത്തതിന്റെ മാത്രമേ ആ സമ്പത്തിനൊക്കെ ഹലാൽ. 1 കിലോ തൂക്കി കൊടുക്കുമ്പോ 50 ഗ്രാം കൊടുത്ത് കൊറടിയാക്കി കൊടുക്കുമ്പോ ആ 50 ഗ്രാമിന്റെ ആ പൈസ ഉണ്ടല്ലേ അതിനൊക്കെ ഹലാലാവില്ല. അത് നന്റെ ಬಂದ ಕೀಸೆ കൊണ്ട് ആ പൈസ ഉണ്ടല്ലേ നക്ക് കൊസ്സിയാവും. ലാഭ ಯಾರಕ್ಕಿತ್ತು? ಸಾಮಾನ ಕೊರಡಿ ಬೈತು. എന്നിട്ടെങ്കിൽ ഈ ദുനിയാവിൽ കൊസ്സിയാവും. ചിലപ്പോൾ ആഖിറത്തിൽ അത് നഷ്ടത, ಆದರೆ ಬೆಲೆ കൊടുക്കോ ಬರೋ ആ നഷ്ടത്തെ. അതേപോലെ അന്ന് കൊടുക്കുമ്പോ ഒരു തുണിയുടെ ಅಂಗಡಿ ഉണ്ടോ, 1 മീറ്റർ അന്ന് കൊടുക്കുമ്പോ 1 സെന്റിമീറ്റർ കൊറടി അന്ന് കൊടുക്കുറേ. ആ 1 സെന്റിമീറ്റർ പൈസ അന്ന് കൊടുക്കുമ്പോ ನಾನು ಅಲತ್ತಾಕಿ കൊടുക്കുമ്പോ 1 മീറ്റർ കൊടുക്കില്ല, ಬದಲಾയിട്ട് 1 സെന്റിമീറ്റർ കൊറടിയാക്കി കൊടുക്കുറേ. ആ 1 സെന്റിമീറ്റർ പൈസ എനിക്ക് ലാഭ കിട്ടു. എന്നിട്ട് എനക്കത് അനുമോദനീയല്ല. അത് ನಾನು അധ്വാനിച്ച പൈസ അല്ല. ആ ബന്ന സഹോദരരെ വഞ്ചനയ്ക്ക് എത്ത പൈസ എത്തിക്കരുത്. ഇങ്ങനത്തെ കയറ്റിക്കരു വിശുദ്ധ ഖുർആൻ ചൊല്ലേ നാശമുണ്ട് ചൊന്ത് പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാത്തല്ലേ. അതുകൊണ്ട് ഈ ഭാഗത്ത് സൂക്ഷ്മത പലർത്തും സഹോദരന്മാരെ. ഇന്ന് അതേപോലെ നയിக்கிறங்க, ഒരു ധനിയുടെ അണ്ടറിൽ നയിக்கிறங்க, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി അണ്ടർ, ഒരു മാനേജ്മെന്റ് അണ്ടറിൽ നയിக்கிறங்க സൂക്ഷിക്കണം. ഉദാഹരണക്ക് നാനിപ്പോ ഒരു തുണിയുടെ ಅಂಗಡಿಯಲ್ಲಿ നയിച്ചോണ്ടില്ല, നന്റെ ഔത്തുക്ക് 1 സെന്റിമീറ്റർ തുണി വേണം. അപ്പൊ നന്റെ യജമാനത്തെ കേൾക്കാണ്ട് ഞാൻ നയിക്കിற ಅಂಗಡಿಯಲ್ಲಿ ചൊന്ത 1 സെന്റിമീറ്റർ തുണി പീസാക്കി എത്തുമെങ്കിൽ ಅದಕ್ಕೆ അനുമതിനീയമാ ഒരിക്കലുമല്ല. കാരണം നന്റെ മേലെ ഒരു യജമാനുണ്ട്, ഈ ಅಂಗಡಿಗೆ ഒരു യജമാനുണ്ട്, അല്ലെ ഞാൻ നയിക്കുന്ന ഈ സ്ഥാപനಕ್ಕೆ ഒരു മാനേജ്മെന്റ് ഉണ്ട്, ഒരു കമ്മിറ്റി ഉണ്ട്. ഞാൻ അവിടെ നിന്ന് എന്ത് സാമാൻ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ നന്റെ സ്വന്തം ഉപയോഗത്തെ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പെർമിഷൻ എടുക്കണം. ആ പെർമിഷൻ കിട്ടിയ മാത്രം നക്ക് അത് എടുത്തു പോകണം അനുമതിനീയ, അത് ഹലാലായിട്ടിക്കരുത്. അതല്ലാണ്ട് ഞാൻ നയിக்கிற ಅಂಗಡಿಯಲ್ಲಿ ഒരു ചെണ്ട് പുൽ ഇത്ര ചെറിയ പുൽ തുണി എടുത്തു പോയെങ്ക, ഒരു ചെല്ല തറക്കാരി എടുത്തു പോയെങ്ക എന്തൊരു പ്രോബ്ലം ആവും? അത് ഇസ്ലാം അനുവദിക്കില്ല. അപ്പൊ 2 കൂട്ടരും കൂടെ ബാനിയാக்கிறവനും നയിக்கிறവനും ഈ ഭാഗത്ത് സൂക്ഷ്മത പലർത്തണം. കാരണം ഞങ്ങളെ പ്രത്യക്ഷമായ ശത്രു ഓർത്തുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാൻ തന്നെ ഒരു ശത്രു ആരാണ്? ശൈത്താൻ. ഞങ്ങൾക്ക് ഒരേ ഒരു ദുഷ്മനില്ല ഈ ദുനിയാവിലും, ശൈത്താൻ. അവൻ ജാവും പോലും ഞങ്ങൾ ജഹന്നമിಗೆ പോൻ ചൊಂತು പണി എടുത്തോണ്ടിരിക്കുന്ന ആളായിട്ടിക്കരുത്. അല്ലദീ യുവസ്വിസ് ഫീ സുദൂരിൻ നാസ്, ഞങ്ങളെ മനസ്സിനെ ಬಂದು ಚಂಚಲಾಕಿಕೊಂಡಿಕ್ಕಿರ. ನೀನು ಇದೇಡು, ನಿಕ್ಕೆ ಜೀವಿತ ಇಲ್ಲೇ, ನಿಕ್ಕೆ ಕುಟುಂಬ ಇಲ್ಲೇ, ನಿಕ್ಕೆ ಬಾಲ್ಪಟ್ಟ ಪೆಣ್ಮಕ್ಕ ಇಲ್ಲೇ, ಹಿಂಗನಕ್ಕೆ ನೀ ನ್ಯಾಯ ಪಾಲನೆಗೆ പോയെങ്കിൽ നിക്ക് ആവടാ നിന്റെ ജീവിതം മുന്നോട്ട് പോവച്ചൊത്തു ബെടക്കിടെ സൗന്ദര്യമായിട്ട് കാട്ടവനായിട്ടിരിക്കുന്ന ശൈത്താൻ. അതുകൊണ്ട് ഖുർആൻ ചൊല്ലി യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യന്മാരെ, ഖൂലു മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ, നിങ്ങൾ ദുനിയാവിലുള്ളത് നല്ല പരിശുദ്ധിയായത് ഹലാലായത് നിങ്ങൾ തിന്നോറോ. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ ഹെജ്ജ കുറുത്തങ്ങളെ നിങ്ങൾ അനുസരിക്കണ്ട. ശൈത്താൻ ചൊല്ലെ നിങ്ങൾ ദുഷ്മനുള്ള അവന്റെ ഹെജ്ജ കുറിച്ച് ചെന്നെങ്കിൽ അവന് നിങ്ങൾ ഓരോരോ നന്മ ആക്കുമ്പോ അവിടെ കടന്നു വേണ്ട. നിങ്ങൾ മനസ്സിന് വിശ്വാസാക്കറ. നിങ്ങൾക്ക് ദുനിയാവുടെ ജീവിതം പല കാരണ തണ്ട, പല ന്യായീകരണങ്ങളുടെ മനസ്സിൽ വന്ന് തണ്ട. ആ സന്ദർഭത്തിൽ അവന്റെ ഹെജ്ജ കുറിച്ച് നിങ്ങൾ അനുസരിക്കണ്ട. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രുവായിട്ടിരിക്കണം. നിങ്ങളെ അല്ലാഹു പഠിപ്പത്തല്ലേ വ്യക്തമായ ദുഷ്മനായിട്ടിരിക്കറ. കാരണം അവൻ ഞങ്ങൾ ദുഷ്മനാവ് കാരണം എന്തേ? അവന് ഈ വലാലത്തിലാവ് കാരണാറ് ഞങ്ങൾ അബ്ബായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിട്ടിക്കരുത്.
ആദം നബിക്ക് സുജൂദ് പറയുമ്പോൾ അന ഖൈറുൻ, നാ ഖൈറായിട്ടിരിக்கிறேன், വഖലഖതുഹു മിൻ നാരി വഖലഖതുഹു മിൻ തീൻ, ഈ മണ്ണിಗೆ ನಾ ಸುಜೂದ್ ಬಿಲ್ಲ ವರ್ಕಲಂ ಬೂಲ್ಲ ಚಂತ ಅವನ ಹಂಗರಿಚ. അങ്ങനെ അവನು ലൊലാലത്താവ് കാരണം ഞങ്ങൾ അബ്ബായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് ആ ശൈത്താൻ എൻ്റെ അള്ളാഹുട്ട് പ്രതിജ്ഞ ആക്കിற ഈ ആദമിന്റെ ബഹുഭൂരി ಸಂತತಿಗಳೇ ನಿಂದೆ ನಿಕ್ಕೆ ಶುಕ್ರಿല്ലാത്ത ಆಳ್ಮಾರಿಟ್ಟು ನಿಕ್ಕೆ ಕಾಣೋಗಿಟ್ಟು ಅಲ್ಲಾಹ್ ಅದಕ್ಕೆ ಪರ್ಮಿಷನ್ ಕೊಡ್ತಾರೆ ಅವನಿಗೆ. ನಂಗೆ ಪರೀಕ್ಷೆ ಇತ್ತು, അവൻ്റെ പറ അള്ളാഹു വെച്ചിട്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ആ ശൈത്താന്റെ ഹെജ്ജ ഗുരുത്രങ്ങളെ നിങ്ങൾ അനുസരിക്കേണ്ട ചൊന്ത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, പെണ്ണുങ്ങമാർ സഹോദരിമാർ മനസ്സിലാക്കുന്നു. സ്വഹാബത്തിന്റെ കാലത്തിൽ പെണ്ണുങ്ങമാർ അങ്ങ് എത്രമാ കാലത്തോളം പൈച്ച് തെച്ചിട്ടിക്കണോರು. എന്തെങ്കിലും അങ്ങനെ മാപ്പിളമാർ അധ്വാനിക്ക് പോകുമ്പോ അങ്ങ് ചൊല്ലൊരു പലക്കൊണ്ട് അങ്ങനെ മാപ്പിളമാട്ടിയെ ഞങ്ങൾ ഇന്നും പൈച്ച് തേക്കൊക്കെ തയ്യാറുള്ള നബിയുടെ കാലത്ത് ജീവിച്ച് സ്വഹാബി പെണ്ണുങ്ങമാർ ഞങ്ങൾ ഇന്നും പൈച്ച് തേക്കോ തയ്യാറുള്ള. എന്തെങ്കിലും നയിച്ചു കൊണ്ടുവന്നത് ഹലാലാവുന്നു. ഊട്ടെ പസി തടയോകാവൂ, നരകത്തെ തീ ഞങ്ങളെ കൊണ്ട് തടയോകാവില്ല. ആ പെണ്ണിങ്ങ ചൊല്ലി ആ സ്വാലിഹത്തായ പെണ്ണിങ്ങ തന്നെ തങ്ങളെ മാപ്പിളട്ടെ ചൊല്ലി നിങ്ങൾ എത്ര പണ്ടത് തെല്ലായും ബലിയല്ല കൊണ്ടുവന്നത് ഹലാൽ താവണു. കാരണം ഊടെ എത്ര കാല ಬೇರೆ പൈച്ച് തേക്ക നരകത്തെ ജഹന്നമുടെ തീ ഞങ്ങളെ കൊണ്ട് സഹിക്കുകയില്ല. ആ ഭയപ്പാട് ഞങ്ങൾ ടീ വേണം. അതല്ല ചൊല്ലേ അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസുൻ ലിയൗമിൻ അദീം. ആ നാൾ ഞങ്ങൾ ഭയപ്പെടില്ലേ? ഈ രൂപത്തിലെ കച്ചവടത്തും ബാണ്യത്തും ഒരുത്തരെ സമ്പത്ത് വഞ്ചനാക്കി എടുക്കുമ്പോൾ നക്ക് നാളെ റബ്ബിടെ മുന്നിൽ നിൽക്കുകൊണ്ടു. ആ റബ്ബിടെ മുന്നിൽ നിൽക്കുകൊണ്ടു അവിടെ നന്റെ അള്ളാഹു ഓരോരോ നിമിഷത്തെ ജീവനത്തെ ഓരോരോ സെക്കൻഡ്ರೆ നന്റെ അള്ളാഹു ಪ್ರಶ್ನೆ ಕೇಳ್ಕರ ಚೊಂತು ಹಂಗ ವಿಶ್ವಾಸ ಬೇಕಿಲ್ಲೇ? ಆ ವಿಶ್ವಾಸ ಇಲ್ಲದ ಕೊಂಡಲ್ಲಿ ಹಿಂಗೆ ಹಾಕ್ರೆ, ವಿಶ್ವಾಸ ಇದ್ದವನು ಹಂಗೆ ಹಾಕ್ರಣ. ஒருத்தரை ஒரு ரூபாய் பைசா வஞ்சனாக்கி எடுக்கும்போ அவன் சிந்தனாக்கல்லே நான் மர்ச்சிப்போண்டே அவனை திக்கிற அல்லாவோட கோர்ட்டில் நிற்க கொண்டு ഈ പൈസത്തെ വിഷയത്തിൽ അള്ളാഹുടെ മുന്നിൽ കണക്ക് ചൊല്ലുകൊണ്ടു. കാരണം 4 കാര്യം അള്ളാഹു സുബ്ഹാനഹു 4 പ്രശ്നം ഒരു അടിമേറ്റ് അള്ളാഹു കേൾക്കുന്നല്ലേ പരലോകത്തില്. ಅದಕ್ಕೆ ಉತ್ತರ ಕೊಡ್ಕಂತೆ ഒരാൾ ഒരു സ്റ്റെപ്പ് മുന്നിൽ വെക്കില്ല ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒരു പ്രശ്നം എത്തിക്കറ്, നീ എങ്ങനെ സമ്പാദിച്ച് എങ്ങനെ ചെലവാക്കിയിട്ട് അള്ളാഹ് കേൾക്കറ, തീർച്ചയായിട്ട് കേൾക്കറ. സമ്പത്ത് എങ്ങനെ നീ നെറ്റ്, നീ എങ്ങനെ സമ്പാദിച്ച് എങ്ങനെ ചെലവാക്കിയ ചണ്ടുമല്ല കേൾക്കറ, ഏത് രൂപത്തിൽ നീ ചെലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പിരിശത്തെ ബഹുമാനമുള്ള സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള വഞ്ചനാക്കിയ സമ്പത്ത് പൈസ ഒരിക്കലും ഞങ്ങൾക്കത് വേണ്ട. അത് ಇನ್ನೊರ್ತರ ಅವಕಾಶ ಎತ್ತಿಕ್ಕಿರಿ, ಇನ್ನೊರ್ತರ ಪೈಸೆ ಎತ್ತಿಕ್ಕಿರಿ, ಇನ್ನೊರ್ತರ ಸೊತ್ತ ಎತ್ತಿಕ್ಕಿರಿ, ಅದು ನಂಗೆ ಅನ್ಯಾಯಮಾയിട്ട് എടുക്കുക ഇസ്ലാം ഒരിക്കലും പർമിഷൻ തന്നില്ല. അള്ളാഹുട്ട് ദുആർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലായത് നയിക്കുകയും ഹലാലായത് തിന്നുകയും അവസാനം ഈ ദുനിയാവിൽ നിന്ന് മറിച്ചു പോകുമ്പോൾ സന്തോഷത്തോടു കൂടി മറിച്ചു പോകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുടെ നിയമത്തെ ನಿರ್ದೇಶನത്തെ ಅನುಸರಿಸಿ ಜೀವಿಕನ ಚೊಂತು ಸ್ವಂತ ನಫ್ಸರೆ ಮರ್ಕಂటే ಓರೋತ್ತರಿಗೆ ಉಪದೇಶ ಹಾಕ್ರೆ, ವಸಿಯತ್ ಹಾಕ್ರೆ. സഹോദരന്മാരെ, ഞങ്ങൾ മനസ്സിലാക്കി വരുന്ന വിഷയ ഹറാമും ഹലാലിൻ്റെ വിഷയത്തിലേക്കിത്. ഇന്ന് ഞങ്ങൾ ഒരാളുടെ സ്വത്തുരെ അത് ഏത് സ്വത്ത് പേനെങ്കാവട്ടെ, എത്ര ചെറിയ സ്വത്ത് പേനെങ്കാവട്ടെ, അന്യായമായിട്ട് ഞങ്ങൾ ഒരാളുടെ എത്തേണ്ടെങ്കിൽ അള്ളാഹിൻ്റെ വിശുദ്ധ ഖുർആൻ അത്തരത്തുള്ള ആൾമാരുടെ വിഷയത്തിൽ ഒരു വിഷയം ഞങ്ങൾ പഠിപ്പാട്ടുണ്ട്. ഒമൻ യഗ്ലുൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ. ആരെങ്കിലും അനർഹമായി ഒരു സ്വത്ത് അന്യായമായിട്ട് എടുത്ത് തിന്നുണ്ടായെങ്കിൽ ഒരാൾ അത് അനുഭവിച്ചിട്ടുണ്ടായെങ്കിൽ നാളെ ആ മനുഷ്യ ഖിയാമത്ത് നാളിൽ കടന്നു പണ്ട് എങ്ങനെ ചൊന്നിട്ടായെങ്കിൽ ഗല്ല യൗമൽ ഖിയാമ, അവൻ എന്തിനെ ഒരുത്തരെ വഞ്ചനാക്കി എത്തന ആ സ്വത്തുമായിട്ട് അവൻ പരലോകത്ത് ബണ്ട ചൊന്തു വിശുദ്ധ ഖുർആൻ. നാനിപ്പോൾ ഒരാളുടെ എന്തൊരു സ്വത്ത് അന്യായമായിട്ട് എത്ത, അത് പൈസ ആവട്ടെ, ജാനുവാറാവട്ടെ, എന്ത് വേണമെങ്കാവട്ടെ, ഒരാളുടെ അക്രമമായിട്ട് അനീതിയായിട്ട് ഞാൻ എന്തിനെ എടുത്ത് ആ സ്വത്തുമായിട്ടിക്കറ് ഞാൻ ആഹൃത്തക്ക് പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിൽ വിശദീകരിച്ച് ചൊല്ലു. ആ സ്വത്തിനും പെരടിൽ വെച്ചു പണ്ട ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരലോകത്തിൽ അവൻ വലിയ അപമാനിത്തന അവിടെ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. ഏത് മുതൽ ഞാൻ എത്തേ ആ മുതലുമായിട്ട് എൻ്റെ പെരടിൽ മുഖാന്തരം ഇട്ടിക്കറ് ഞാൻ അവിടെ ഒമൻ യഗ്ലുൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ സൂറത്ത് ആലി ഇംറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടണ്ട. നമുക്ക് അത്ര സൂക്ഷിക്കണം. ആ സ്വത്തുമായിട്ട് എത്തിക്കുന്നല്ല പരലോകത്ത് അവിടെ അപമാനിത്തന അവിടെ ആರು ಮುನ್ನೋಲು ಆದಮ್ ನಬಿ ಅಲಿ ಸಲಾತು ವಸ್ಸಲಾಂ ಕಿಯಾಮನ್ನಾಲ್ತೋಲೆ ಮನುಷ್ಯಮಾರವ್ರುಳ್ಳವರು ಎಲ್ಲರೂ ಮುನ್ನೋಲು ನಂಗೆ ಅಪಮಾನಿತರು ಅವಡ ನಂಗೆ വലിയ വഞ്ചനക്കാര ആൾമാരിട്ട് കൂട്ടത്തിൽ പെട്ടുപോണ്ട. അതുകൊണ്ട് സൂക്ഷിക്കുന്നു. ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കില്ലേ സഹോദരന്മാരെ,
ഒരാളുടെ സ്വത്തിന് അന്യായമായിട്ട് എടുത്ത് തിന്നണ്ടെങ്കിൽ ഞങ്ങൾ അള്ളാഹുട്ടിക്ക് എത്രയേ പ്രാർത്ഥിച്ചെങ്കും ഞങ്ങളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു സ്വീകരിക്കില്ല. ഞങ്ങൾ തിന്നതാവട്ടെ, കുടിക്കുന്നതാവട്ടെ, ഇടുന്നതാവട്ടെ, അനുഭവിക്കുന്നതാവട്ടെ, അള്ളാഹു നിഷിദ്ധമായ തെരുൾ ഉണ്ടാക്കി എടുത്തതാ. ഞങ്ങൾ എത്രയേ പ്രാർത്ഥിച്ചെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിപ്പാറ്റുണ്ട്. അള്ളാഹിന്റെ റസൂൽ ചൊല്ലു, ഒരാള് യാ റബ്ബ് ചൊന്ത് കൈ നീട്ടിട്ട് കണ്ണിൽ തന്നിട്ടിട്ട് ബുൾപുട്ട് അള്ളാഹുട്ടിയെ പ്രാർത്ഥിക്കരുത്. അതിൽ പ്രാർത്ഥിக்கிற അതിലെ വിഷയത്തെ ചൊന്തു അള്ളാഹുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ഫഅന്നാ യുസ്തജാബു ലഹു, എങ്ങനെ അവനക്ക് ഉത്തരം കിട്ടും? എങ്ങനെ അവനക്ക് ഉത്തരം കിട്ടും? കാരണ ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം, അവൻ തിന്നതും കുടിച്ചതും ഇട്ടതും എല്ലാം ഹറാം റേറ്റ് പറ്റി. എന്നിട്ട് അവൻ അള്ളാഹുട്ട് പ്രാർത്ഥിക്കരുത് യാ റബ്ബ് ചൊന്തു, എങ്ങനെ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും? ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാണ്ടിക്കൂല ഒരു കാരണ പണ്ഡിതന്മാർ പഠിപ്പാത്തൻ്റെ ഞങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷ്മത ഇല്ലാത്ത കൊണ്ടെത്തിക്കരുത്. എത്രയെ പ്രാർത്ഥിച്ചെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാണ്ട് പോകേണ്ട ഒരു അവസ്ഥ എത്തിക്കരുത്. അത് ഒരാളുടെ മുതലിൻ്റെ വഞ്ചനാക്കിയിട്ട് എടുത്തിട്ട് ഞാൻ തിന്നിട്ട് എൻ്റെ കുടുംബത്തിനെ ബലത്തിട്ട് യാ റബ്ബു ചൊന്തി എത്രയെ കൈ നീട്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. ഇന്ന് റമളാൻ തിങ്കളല്ല ലൈലത്തുൽ ഖദ്ർ ജാവുൽ തെച്ചിനും പ്രാർത്ഥിച്ചെങ്കും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. കാരണം അവണ്ടിട്ട് ഉള്ളതെല്ലാം ഹറാമൃതു. ഇനി എങ്ങനെ അള്ളാഹു പരിശുദ്ധിയായ റബ്ബു അതിനെ സ്വീകരിക്കൂ? അത് സക്കാത്ത് മുതൽ പോലും അവിടെ സൂക്ഷിക്കണം. സക്കാത്ത് മുതലിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടന്നെ എന്ത് ചില മനുഷ്യന്മാരിലോರು അങ്ങ് സക്കാത്ര പൈസ കൊടുക്കോರು എന്നെ നന്റെ ഔദാര്യ കൊടുത്ത പോലെ അങ്ങ് ആക്കണോರು വർക്കലുവല്ല. ഖുർആൻ ചൊല്ലു വഫി അംവാലിം ഹഖ്കുൽ ലിസ്സായിൽ വൽ മഹ്റൂം ഉണ്ട് ഖുർആൻ ചൊല്ലി. അത് ജീവനോപായ തടയൽപ്പെട്ടവന്റെ ഹക്കൈത്തിക്കറ്, അവന്റെ മുതലൈത്തിക്കറ് നീ കൊടുക്കേ. അവന്റെ മുതൽ നിന്നിട്ട് അല്ല തന്നറ അതിന് നീ കണക്കാക്കിട്ട് അവನು കൊടുക്കണു. അത്രേ ഉള്ളേ. അല്ല ನಾನು കൊടുത്ത ഔദാര്യ അല്ലത്. ആ 2% ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ കൊടുക്കുന്ന ആ പൈസ ഉണ്ടല്ലേ നന്റെ ഔദാര്യ അല്ല സഹോദരന്മാരെ. ഞാൻ നയിച്ചതല്ല. ആ പാവപ്പെട്ടവന്റെ പൈസ നന്നിട്ട് അല്ലാഹു തന്നറ അതിന് തിരിച്ചിട്ട് ഞാൻ കൊടുക്കുന്നു. വഫി അംവാലിഹിം ഹഖ്കുൽ ലിസ്സായിൽ വൽ മഹ്റൂം ഖുർആൻ അങ്ങനെ പഠിപ്പാറ്റണ്ടേ. അത് അവന്റെ മുതലൈത്തിക്കറ്, അവന്റെ ഹക്കൈത്തിക്കറ്. ആ കഷ്ടപ്പാട് പണ്ട് അവന്റെ മുതലിൽ നീ തിന്നിട്ട് ലൈലത്തുൽ ഖദ്ർ ജാവ് വെച്ച് നീ പ്രാർത്ഥിച്ചിട്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ? കാരണം നിന്റെ സമ്പത്ത് മുഴുവൻ ഹറാമതായിട്ട് പോയിട്ട് അവന്റെ പൈസ നീ വെച്ചിട്ട് പ്രാർത്ഥിക്കരേ. ആ പൈസത്തെ നീ സുഖം അനുഭവിച്ചിട്ട് നീ അള്ളാഹുട്ടെ പ്രാർത്ഥിക്കരേ. മനസ്സിലാക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒರ್ತకు സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു തൃപ്തിപ്പെട്ട് തന്നതല്ല. ഒರ್ತకు അള്ളാഹു സമ്പത്ത് കൊടുത്തില്ലെങ്കിൽ അവന്റെ അർസത്തിൽ അള്ളാഹു കൊടുക്കാൻ വെച്ചതല്ല. ബദലായിട്ട് ജണ്ടാൾക്കും പരീക്ഷ എത്തിക്കരുത്. തന്നെ അവന് കൊടുത്തവനക്കും എങ്ങനെ ചെലവാക്കുന്ന പരീക്ഷ, ഇല്ലാത്തവനക്കും അതിൽ എങ്ങനെ നേടിയെടുക്കുന്ന പരീക്ഷ, എങ്ങനെ സ്വപ്നത്തവൻ ജീവിക്കുന്ന പരീക്ഷ. ആരും പേടിക്കേണ്ട. നന്റെ അള്ളാഹു നന്റെ പിരിച്ച വെച്ചിരുന്നൊക്കെ അള്ളാഹു സമ്പത്ത് തന്നെ ഒർക്കലോ അല്ല. ഇന്ന അംവാലും ഔലാദും ഫിത്ന, നിങ്ങളെ സമ്പത്തും നിങ്ങളെ സന്താനം നിങ്ങൾക്ക് ഒരു ഫിത്നായിട്ട് പരീക്ഷ ആയിട്ട് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള സക്കാത്ത് മുതൽ ഞങ്ങൾക്ക് ഉണ്ടാച്ചൊത്ത് ഞങ്ങൾ ഒന്ന് കണക്ക് നോക്കും. അതേപോലെ ഞങ്ങൾ ഔത്ത് പോയിട്ട് ഞങ്ങൾ സമ്പാദ്യത്തെ വിഷയത്തിൽ ഞങ്ങൾ സമ്പാദിച്ചതിന്റെ വിഷയത്തിൽ നോക്കുന്നു. ഈ സമ്പത്തെല്ലാം നക്ക് നന്റെ റബ്ബ് അനുവദിച്ചതാ, ഞാനിത് ഉണ്ടാക്കിയിട്ട് അനുവദിച്ചതാ. കാരണം ഈ ദുനിയാവിൽ ഒരാളും ഞങ്ങളുടെ സമ്പത്തിന്റെ വിഷയത്തിൽ ആര് കേൾക്കോ പറ്റില്ല സഹോദരന്മാരെ. മരിക്കുന്ന നേരത്തേക്ക് അതിന്റെ വിഷയം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഒരു നാളല്ല ഒരു നാൾ മരിക്കുന്നുണ്ട്. എത്രയും ഞങ്ങൾ ഹറാമായ മാർഗത്തിൽ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര കാലത്തോളം അതിനെ പിടിച്ച് ഞങ്ങൾക്ക് ജീവനാക്കാം. എത്ര കാല? 50 വർഷം 60 വർഷം. ഇപ്പം അതും കിട്ടിയില്ലല്ലേ, അതും കിട്ടിയില്ലല്ലേ. അഞ്ഞ ആട്ടത്തേക്കായിട്ട് ആൾമാർ സഹോദരന്മാർ മൗത്തായിട്ട് പോയിട്ടുള്ളൂ. അതും കിട്ടിയില്ല. എന്നിട്ട് ഈ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് എന്ത് നേടിയെടുക്കും സഹോദരന്മാരെ? ഈ ദുനിയാവ് ഞാൻ നിങ്ങൾ കടന്നു വന്നേ ബുൾപുട്ടിട്ടേറ്റിക്കറ്. ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ കൊസിയോട് കൂടി പോകണം, സന്തോഷത്തോടു കൂടി പോകണം. മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ഞങ്ങളെ ആ മരണ നേരത്തെ കടന്നു വന്നിട്ട് ഞങ്ങളെ മുട്ട ചൊല്ല പലക്കൊണ്ടു യാ അയ്യത്തു ഹന്നഫ്സുൽ മുത്മഇന്ന, അവನು ಗೆಂದಿಯವನು. ಯಾ ಅಯ್ಯತು ಹನ್ನಫ್ಸುಲ್ ಮುತ್ಮಇನ್ನ, ಏ ಪರಿಶುದ್ಧವಾದ ಆತ್ಮವೇ ಹೊರತು ಬಾ, അള്ളാഹുടെ തൃപ്തിയിലേക്ക് നീ പടുത്തു വാ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ നുസുലൻ മിൻ ഗഫൂറിർ റഹീം. അല്ലാഹു ആ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെട്ട് അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന നേരത്തേക്ക് മലായികങ്ങൾ ചൊല്ലേ നിങ്ങൾ ഭയപ്പെടേ വേണ്ട. അല്ലാ
തഖാഫു വലാ തഹ്സനു, നിങ്ങൾ അള്ളാഹിന്റെ സൂക്ഷിച്ച് ജീവിച്ചോറു, അള്ളാഹിന്റെ റസൂലിനെ അനുസരിച്ച് ജീവിച്ചോറു, ഹലാലായത് നിങ്ങൾ നേടിയെടുത്തോറു, തൗഹീദിൽ വഴി അടിവച്ചിട്ടുണ്ടോ, സുന്നത്തിന്റെ ജീവിതം നിങ്ങൾക്കുണ്ടോ. അതുകൊണ്ട് ഇന്നൊരു ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോണ്ടേ. അല്ലാ തഖാഫു വലാ തഹ്സനു, മലായിക്കങ്ങൾക്ക് ചൊല്ലേ, നിങ്ങൾ പേടിക്കണ്ട, ഭയപ്പെടണ്ട. എപ്പോ ചൊല്ലേ? മരിക്കുന്ന നേരത്തേക്ക് വബശിറു ബിൽ ജന്നത്തില്ലതി കുന്തും തുഅദൂൻ. നിങ്ങൾ ഇപ്പൊ ಖುಷಿಪಡೋರು, ಈ ಮರಣ നേരത്തെ നിങ്ങൾക്ക് ಖುಷಿಪಟ್ಟ നേര. കാരണം നിങ്ങൾക്ക് സ്വർഗ്ഗ കൊണ്ടുള്ള സ്വാർത്ഥ ഉണ്ട്. മാ തശ്തഹി അൻഫുസുകും, ആ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് എന്ത് വിചാരിക്കണോടാ അത് ആ സ്വർഗ്ഗത്തിലുണ്ടോ. ഇങ്ങനത്തെ ബിലി നമുക്ക് കേൾക്കണ്ടേ സഹോദരന്മാരെ, കേൾക്കണ്ടേ? അങ്ങനല്ലേ വിന്യായങ്ങ, അങ്ങനല്ലേ ദുനിയാവുടെ ജീവിതത്തിൽ ഗന്ധ്യങ്ങ. അതുകൊണ്ടായിട്ട് ഖുർആനിൽ ധാരാളം മോത്തിൽ ചൊന്നേ, നിങ്ങൾ അള്ളാഹിന്റെ സൂക്ഷിച്ച് ജീവിക്കോറു, അള്ളാഹിന്റെ ഭയപ്പെട്ട് ജീവിക്കോറു. കാരണം നിങ്ങൾക്കൊരു അവസാനത്തെ നേരം പറഞ്ഞുകൊണ്ട് ആ നേരത്തിൽ ഞങ്ങൾ ഔത്തങ്ങ പുൽപ്പെടുവോളൂ, ഞങ്ങൾ കൊസിയിൽ പോണി ഈ ദുനിയാവിൽ നിന്ന്. അതായിട്ട് മുഅ്മിനീങ്ങളെ ഉദ്ദേശമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, എന്തിനായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ നമുക്ക് നിയമ നിർദ്ദേശന ആക്കിരണ, അതിനനുസരിച്ച് ജീവിക്കുക. ഒരു നാൾ നമുക്ക് മരിപ്പുണ്ട്, അത് മറക്കോകുതീര. മരിക്കുന്ന നേരത്തേക്ക് കൊസിയോട് കൂടി ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപോണ്ടേ. യഥാർത്ഥ സത്യവിശ്വാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. അതേപോലെ സഹോദരന്മാരെ, ദ്വാർക്ക് കുറേ ആൾമാർ വസിയത്താക്കിയവരും ഒരു കിടാവും ಅದಕ್ಕೆ ഒരു ഓപ്പറേഷൻ നടന്നു ചൊല്ലത്തിൽ വിഷയിക്കിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആ ഓപ്പറേഷൻ്റെ സുലഭമാക്കി കൊടുക്കട്ടെ. ആ കിടാവ് പരിപൂർണമായി സിഫത്തെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ പാടെ ജൻ്റെ മക്കൾ ഉഷാറില്ലാണ്ടുണ്ടു അള്ളാഹു സുബ്ഹാനഹു തആല ഷാഫിയായ റബ്ബു അവൻ്റെ കുദ്രത്ത് കൊണ്ടു ആ ജൻ്റെ മക്കൾക്കു പരിപൂർണമായി സിഫത്ത് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ മുഹമ്മദാക്ക ഇന്ത്യക്കും ഉഷാറില്ലാണ്ടുണ്ടു ഷാഫിയായ റബ്ബു അതിലും പരിപൂർണമായ സിഫത്തെ ആരോഗ്യത്തെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഹോസ്പിറ്റലിലും മൗത്തിലുമായിട്ട് കിഡ്നി പോലത്തെ ക്യാൻസർ പോലത്തെ മാരകമായ സീക്കിൽ നൊമ്പൽ അനുഭവിക്കുന്ന എത്രമാർ ഞങ്ങളുടെ സഹോദര സഹോദരിമാരിൽ എല്ലാവർക്കും ഷാഫിയായ റബ്ബുണ്ട് കുദ്രത്ത് കൊണ്ട് പരിപൂർണമായി സിഫത്ത് അള്ളാഹു ആരോഗ്യത്തെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഈ ദുനിയാവുടെ ജീവനത്തെ കാലത്തോളം ആരോഗ്യത്തോടു കൂടി ആഫ്യത്തോടു കൂടി ജീവനാക്കൂ അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ സമുദായത്തിൽ എത്രമാ സഹോദരന്മാർ അന്യായമായിട്ട് ബന്ധനത്തുള്ളവർ അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങക്ക് പരിപൂർണമായി ന്യായത്തെ കൊടുത്തു ആ ബന്ധനത്തിൽ നിന്ന് മുക്താവും അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് കൊടുത്തു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിക്ക് ഇസ്സത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ആ റബ്ബുടെ ഖുർആൻ പരിശുദ്ധമായ ഖുർആനും മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിനെ മരിക്കുന്നോടത്തോളം റൂഹ് പോണ്ടി നേരത്തോളം അനുസരിച്ച് ജീവിക്കൂ. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് അനുഗ്രഹിക്കണേ. പഠിച്ചു തമ്പുരാനെ, എത്രമാ ഞങ്ങളുടെ സഹോദരന്മാർ ശിർക്കിലും അന്ധവിശ്വാസത്തിലും മുലിങ്ങിട്ടുള്ളവർ അല്ലാഹുവേ എല്ലാവർക്കും നീ ഹിദായത്തെ പ്രകാശത്തെ നീ കൊടുത്ത് അനുഗ്രഹിക്കണേ. പഠിച്ചു തമ്പുരാനെ, ഞങ്ങൾ നിന്ന് മരിച്ചുപോയി എത്രമാ സത്യവിശ്വാസമാർന്നവർ അല്ലാഹുവേ എല്ലാവരുടെ കബറ് നീ വിശാലമാക്കി കൊടുക്കണേ. പഠിച്ചു തമ്പുരാനെ, എല്ലാവരുടെ കബറ് നീ പ്രകാശത്തിട്ട് കൊടുക്കണേ. പഠിച്ചു തമ്പുരാനെ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊന്ന് മരിക്കൂ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ. പഠിച്ചു തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തന്ന് അനുഗ്രഹിക്കണേ. പഠിച്ചു തമ്പുരാനെ, അല്ലാഹുവേ നാളെ ഒരു കൂട്ട സ്വർഗത്ത് ഒരു കൂട്ട നരകത്ത് പോകുമ്പോൾ ആ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നബിമാരെ കൂടെ സിദ്ദീഖുകളെ കൂടെ ശുഹദായങ്ങളെ കൂടെ സ്വാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടി സൗഭാഗ്യത്തെ ആൽമാരായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി ഖാലി അൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. സഹോദരന്മാരെ, ഞങ്ങളുടെ പള്ളിയിലെ കളക്ഷൻ ഉണ്ട്. എല്ലാവരും അള്ളാഹുവിടെ ഈ ഭവനത്തേക്ക് ഇതിൽ കൊണ്ടു നടക്കുന്ന ഭാരവാഹിമാർക്ക് യാതൊരു രൂപത്തിലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ നല്ല സംഖ്യയിൽ നല്ല രൂപത്തിൽ ഈ വജഹില്ല അള്ളാഹിൻ്റെ വജഹ് ആഗ്രഹിച്ചിട്ട് എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.